ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BSc ബോട്ടണിയിൽ നമ്മുടെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ജെനറ്റിക്സ് ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സുവോളജി പേപ്പറിൽ വരുന്ന 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിയാം 60 മാർക്കിനാണ് 2 മണിക്കൂറാണ് ടൈം. ആദ്യത്തെ സെക്ഷനിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് ഓട്ടോസോം, എന്താണ് കാരിയോടൈപ്പിംഗ്, സെല്ലുലാർ ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ, എന്താണ് സ്പ്ലിറ്റ് ജീൻ, എന്താണ് കാർസിനോജൻസ്, എന്താണ് മെറ്റാസ്റ്റാസിസ്. പിന്നെ വരുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ്. പിന്നെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ വരുന്ന ഏതെങ്കിലും 2 എൻസൈംസിൻ്റെ റോള് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ RIA എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്. പിന്നെ വരുന്നതാണ് എന്ത് വാക്സിൻസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ 2 മെത്തേഡ്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ വരുന്ന ജീൻ ട്രാൻസ്ഫറിൻ്റെ 2 മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ജീനിക് ബാലൻസ് തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ച് കമൻറ്റ് ചെയ്ത. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2012 വരുന്നത്. ഇതിൽ നോക്കിയാൽ തന്നെ 2024 വരുന്നത്. ഇത് നോക്കിയാൽ തന്നെ അറിയാം 2024 കുറേ ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ചിട്ട് ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. ഇനി വരുന്നത് കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ജനറ്റിക് ബേസിസ് എന്താണ്, അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാം, ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാം. പിന്നെ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിളും ആപ്ലിക്കേഷനും. പിന്നെ വരുന്നത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ക്യാൻസറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. പിന്നെ പറയുന്നത് യൂജെനിക്സ്, യൂത്തനിക്സ്, യൂഫിനിക്സ്, ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് നോട്ട് എഴുതാനുണ്ട്. പിന്നെ വരുന്നത് C സെക്ഷനിൽ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി, സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ. അതിൽ വരുന്നത് ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ജീൻ ഫാമിലീസ്, വേരിയസ് ആയിട്ടുള്ള ജീൻ ഫാമിലീസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ വരുന്നത് സെക്സ് ഡിറ്റർമിനേഷനിലെ ക്രോമസോമൽ മെക്കാനിസത്തിനെ കുറിച്ചിട്ട് ക്രോമസോമൽ മെക്കാനിസത്തിനെ കുറിച്ചിട്ട് എസ്സേ എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്, ഏറെക്കുറെയൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2023 ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോകും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായത് നമ്മൾ ഈ അവസാന നിമിഷം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.